എൻ്റെ പേര് ഗംഗാധരൻ. കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിലാണ് എൻ്റെ വീട്. സിംഗപ്പൂരിൽ വന്നിട്ട് 34 വർഷമായി. ഞാനിപ്പോൾ 4ാം ലോക കേരള സഭ മെമ്പറും അതേമാതിരി സിംഗപ്പൂർ കൈരളി കലാനിലയത്തിൻ്റെ പ്രസിഡൻറ്റുമാണ്. പിന്നെ ഗ്രാസ് റൂട്ടിൽ ഇവിടുത്തെ സിംഗപ്പൂർ ഗ്രാസ് റൂട്ടിൽ അതേമാതിരി മറ്റ് അസോസിയേഷനിലൊക്കെ മെമ്പറൊക്കെയാണ്. സോഷ്യൽ സർവീസും അതും ഇതൊക്കെ ചെയ്യാണ്. ഞാൻ വന്നത് 1990 വന്ന് ആദ്യമായിട്ട് ജോലിക്ക് കയറിയത് സംഭവം ഷിപ്പ്യാർഡാണ്. സംഭവം ഷിപ്പ്യാർഡ് എന്ന് പറയുമ്പോൾ സംഭവം ഷിപ്പ്യാർഡിനൊരു കഥയുണ്ട്. അത് ആ സ്ഥലത്തിന് മുന്നേ അറിയപ്പെടുന്ന നേവൽ ബേസ് എന്നാണ്. ആ നേവൽ ബേസ് എന്ന് പറയാൻ കാരണം അത് ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിലായിരുന്നു ആ സ്ഥലം. ആ ഷിപ്പ്യാർഡ് അന്ന് ഷിപ്പ്യാർഡ് ആയിരുന്നില്ല, അവരുടെ നേവൽ ബേസ് ആയിരുന്നു. 1965 സിംഗപ്പൂരിന് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അത് ഷിപ്പ്യാർഡായി മാറുകയും സിംഗപ്പൂർ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരികയും ചെയ്തു. അപ്പം ഞാൻ ജോലിക്ക് വന്ന കാലം മുതൽ അവിടെയാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് സംഭവം എന്നാണ്. പഴയ കാലത്ത് ഈ ഭാഗം വളരെയേറെ മലയാളികൾ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണിത്. ഈ സ്ഥലത്തിന് വേറൊരു പേരും കൂടെ ഉണ്ട്. കൊച്ചു കേരളം എന്നാണ് അറിയപ്പെട്ടിരുന്നത്, അതായത് ലിറ്റിൽ കേരള. അതിനൊരു കാരണമുണ്ട്. ഇവിടെ ഒരു നേവൽ ബേസ്, ബ്രിട്ടീഷ് നേവൽ ബേസ്, അതായത് സിംഗപ്പൂർ സ്വാതന്ത്ര്യത്തിന് മുന്നേ ഇവിടെ നേവൽ ബേസ് ഏരിയ ആയിരുന്നു. ഈ നേവൽ ബേസ് ഏരിയയിൽ ഇവിടെ ഏകദേശം ഒരു 10,000-ഓളം മലയാളികൾ താമസിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു. അതായത് സിംഗപ്പൂരിൽ ഏറ്റവും കൂടുതൽ മലയാളികൾ ഇവിടെയായിരുന്നു വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ലിറ്റിൽ കേരള എന്ന്, കൊച്ചു കേരളം എന്നറിയപ്പെട്ടത്. അവിടെ ഓണാഘോഷങ്ങളും എല്ലാ ആഘോഷങ്ങളും നടന്നിരുന്നു. ബ്രിട്ടീഷുകാർ 1965 ഇവിടുന്ന് പോയതിന് ശേഷം മലയാളിയുടെ എണ്ണം, സിംഗപ്പൂരിലെ മൊത്തം എണ്ണം കുറഞ്ഞു, സംഭവങ്ങളിലെ എണ്ണവും കുറഞ്ഞു. അതിനൊരു കാരണം, ഒന്ന്, അവർ ബ്രിട്ടീഷുകാരുടെ കൂടെ കുറേ മലയാളികൾ ബ്രിട്ടനിലേക്ക് പോവുകയും കുറേ പേര് തിരിച്ച് നാട്ടിലേക്ക് പോവുകയും കുറച്ച് പേര് ഇവിടെ സിംഗപ്പൂരിൽ നിന്നു. അങ്ങനെ മലയാളിയുടെ മെജോറിറ്റി ഇവിടെ കുറഞ്ഞു. ഇന്ത്യൻസിൽ തന്നെ മലയാളികളായിരുന്നു ഇവിടെ 2ാം സ്ഥാനത്തുണ്ടായിരുന്നത്. അത് ആ കാലഘട്ടത്തിന് ശേഷം പിന്നെ തമിഴ് മെജോറിറ്റിയായി മാറി. ഈ സിംഗപ്പൂർ കൈരളി കലാനിലയം സ്ഥാപിച്ചത് 1956 ഇപ്പം ഏകദേശം 69 വർഷമാകാൻ പോകുന്നു. 2026 നമ്മൾ അതിൻ്റെ 70ാം വാർഷികം ആഘോഷിക്കാനുള്ള ഒരു പ്ലാനിങ്ങിൽ നിൽക്കുകയാണ്. ഈ കലാനിലയത്തിൻ്റെ ഒരു പ്രത്യേകത, അന്ന് ഉള്ള 1956 കാലങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്ന മലയാളികൾ, അവർ ഏതാനും നാടകപ്രേമികൾ, അവർ ആരംഭിച്ചിട്ടുള്ള ഒരു ഇതാണ് അസോസിയേഷൻ. മറ്റ് അസോസിയേഷൻ ഉണ്ട് ഇവിടെ. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന മലയാളി അസോസിയേഷൻ സിംഗപ്പൂരിലാണ്. അത് സ്ഥാപിച്ചത് 1917 പക്ഷേ അതിന് ശേഷം വന്നതാണ് ഈ 1956 സിംഗപ്പൂർ കൈരളി കലാനിലയം. അതിന് മുന്നേ നേവൽ ബേസ് കേരള ലൈബ്രറി എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ടായിരുന്നു. അത് 1954 അത് 2 വർഷത്തിൻ്റെ വ്യത്യാസം. നേവൽ ബേസ് കേരള ലൈബ്രറി ഇപ്പോൾ ചെറിയ രീതിയിൽ പോകുന്നുണ്ട്. ലൈബ്രറികളൊന്നുമില്ല എങ്കിലും കലാനിലയം, സിംഗപ്പൂർ കൈരളി കലാനിലയം എല്ലാ വർഷവും നാടകങ്ങളൊക്കെ നടത്തുകയും 1990 അന്ത്യം വരെ ഏകദേശം 180ഓളം സ്റ്റേജുകളിൽ നാടകങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. അത് ഇവിടെയുള്ള ലോക്കൽ ആൾക്കാർ തന്നെയാണ്, പുറത്ത് കൊണ്ടുവന്നിട്ടുള്ള വരുന്നില്ല. സിംഗപ്പൂരിൽ തന്നെയുള്ള മലയാളികൾ അവർ തന്നെ സ്ക്രിപ്റ്റൊക്കെ എഴുതിയിട്ടും സംവിധാനം ചെയ്തുമൊക്കെ നാടകങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ 2000-നോടടുത്ത് ഈ നാടകവേദിയുടെ ഒരു ചെറിയൊരു ഒരു സ്റ്റോപ്പേജ് വന്നു അതിന്. പിന്നെ അത് വീണ്ടും പുനരുദ്ധരിക്കുന്നത് 2016 ഏതാനും കുറേ ചെറുപ്പക്കാർ, അത് നാട്ടിൽ നിന്ന് വന്നവരാണ്. അന്ന് ആ കാലത്ത് ആ ടൈമിൽ നാട്ടിൽ നിന്ന് വന്ന കുറേ ചെറുപ്പക്കാർ ഇതിനെ വീണ്ടും ആരംഭിക്കുകയും 2016 ശേഷം അതിൻ്റെ പ്രവർത്തനം വളരെ ഭംഗിയായിട്ട് പോകും. എല്ലാ വർഷവും 2-3 നാടകങ്ങളും അത് മാത്രമല്ല, ഇപ്പോൾ നാടകത്തിന് പുറത്തെ സ്പോർട്സ്, പിന്നെ ചാരിറ്റി വർക്കുകൾ, പിന്നെ അതേമാതിരി ഡാൻസ് ഗ്രൂപ്പ്, മ്യൂസിക് ഗ്രൂപ്പ്, ഫിലിം ഗ്രൂപ്പ്, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ഇപ്പോഴത്തെ സിംഗപ്പൂർ കൈരളി കലാനിലയം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായിട്ട് പോകുന്നു. മിക്ക അംഗങ്ങളും നാട്ടിൽ നിന്ന് വന്നവർ തന്നെയാണ്. പക്ഷേ പഴയകാല കൈരളിയുടെ അംഗങ്ങളും ഇപ്പോഴും ഇതിനകത്തുണ്ട്. മാത്രമല്ല ഏറ്റവും പഴക്കം ചെന്ന് അത് 1958 മുതലുള്ള അംഗങ്ങളെ ഞങ്ങൾ ഈ സമീപകാലത്ത് കണ്ടെത്തുകയും അവരെ കൂടെ ഇപ്പോൾ ഇതിൻ്റെ ഭാഗമാക്കിയിരിക്കുകയാണ്. അതിന് ഞങ്ങൾക്കൊരു പയനിയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു പ്രത്യേക ഗ്രൂപ്പുണ്ട് കൈരളിക്ക്. അതിലേകദേശം ഒരു 15 പേരോളം മെമ്പേഴ്സായിട്ടുണ്ട് ആ ഗ്രൂപ്പ് മാത്രം. ആ കാലങ്ങളിൽ നാടകങ്ങൾ അഭിനയിച്ചതും അതേമാതിരി ഇതുമായിട്ട് ഈ കൈരളി കലാനിലയമായിട്ട് സഹകരിച്ചവരെയൊക്കെയാണ് ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ അവർ കുടുംബങ്ങളും എല്ലാം ഇവിടെ തന്നെയാണുള്ളത്. അവരെല്ലാം ഇപ്പോഴും അവർക്ക് ഭയങ്കര സന്തോഷമാണ് ഈ കാര്യത്തിൽ. കാരണം അന്ന് 56 സ്ഥാപിച്ചു, പിന്നീട് അത് നിന്നുപോയി, താൽക്കാലികമായിട്ട് നിന്നുപോയി. പക്ഷെ വീണ്ടും അത് ആരംഭിച്ചു. അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ അവർക്കൊക്കെ വളരെ സന്തോഷം ആണ്. അവരെല്ലാവരും
എപ്പോഴും നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് എന്തും പരിപാടികളൊക്കെ വരുമ്പോഴും ആദ്യം അവർ തന്നെയാണ് ഇപ്പോഴും ഞങ്ങളുടെ കൂടെ വരുന്നതും. ചിലരൊക്കെ ഞങ്ങളുടെ നാടകത്തിൽ ഇപ്പോൾ അഭിനയിക്കുന്ന നാടകങ്ങളിലൊക്കെ ചിലരൊക്കെ വന്നിട്ട് അഭിനയിക്കാറുണ്ട് താല്പര്യമുള്ളവർ. ഈവൻ വയസ്സായിട്ട് പോലും അവർ ചിലർ ഡാൻസ് പോലും ചെയ്യാൻ നമ്മുടെ കൂടെ ഇതിന് വരാറുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ 2008 ഞാനും എൻ്റെ ഒരു 3-4 സുഹൃത്തുക്കളും കൂടെ പ്ലാൻ ചെയ്തിട്ട് ഇവിടെ ഒരു മലയാളം ക്ലാസ് ആരംഭിച്ചു. അതിന് തുടക്കം കുറിച്ചത് സിംഗപ്പൂർ മലയാളി അസോസിയേഷൻ ആണെങ്കിലും പിന്നീട് ഞങ്ങൾ കുറച്ച് ചെറുപ്പക്കാർ അതിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോയി. അതൊരു പ്രത്യേക സൊസൈറ്റി ആക്കി മാറ്റി. അതായത് മലയാളം ലാംഗ്വേജ് എഡ്യൂക്കേഷൻ സൊസൈറ്റി. നമ്മുടെ പ്രധാന ഉദ്ദേശം ഇവിടെ ഉള്ള മലയാളി കുട്ടികൾക്ക് സിംഗപ്പൂരിൽ മലയാള ഭാഷ സെക്കൻഡ് ഭാഷയായിട്ട് പരീക്ഷ എഴുതാനുള്ള ഒരു സംവിധാനം ഒരുക്കുക എന്നുള്ള രീതിയിലാണ് 2008 നമ്മളത് ആരംഭിച്ചു. 2010 ഗവൺമെൻറ് ഞങ്ങൾക്ക് ആ സൊസൈറ്റിക്ക് അംഗീകാരം കിട്ടി. പക്ഷേ ഇന്ന് വരെ സ്കൂളിൽ പരീക്ഷ എഴുതാനുള്ള അംഗീകാരം ഇതുവരെ കിട്ടിയിട്ടില്ല. അത് പ്രധാന കാരണം അത് എക്സാം ചെയ്യേണ്ടത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പം അതുകൊണ്ട് അതിലുള്ള ചില തടസ്സങ്ങൾ നിലനിൽക്കുന്നു. പക്ഷേ ഗവൺമെൻറ്റുമായിട്ടും എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ ദിവസവും അതായത് ഈ സിംഗപ്പൂർ സ്കൂൾ സിലബസ് വെച്ചിട്ടായിരുന്നു ഞങ്ങൾ ആദ്യകാലങ്ങളിൽ ക്ലാസ് ആരംഭിച്ചത്. പക്ഷേ പിന്നീട് ഞങ്ങൾ മലയാളം മെഷീൻ, നാട്ടിലെ മലയാളം മെഷീനുമായിട്ടും ടൈപ്പായി. അപ്പോൾ അവരുടെ മലയാളം മെഷീൻ്റെ എക്സാമും ഇപ്പോഴും ഞങ്ങൾ ഇവിടെ നടത്താറുണ്ട്. എല്ലാ വർഷവും കുട്ടികൾ സർട്ടിഫിക്കറ്റ് കോഴ്സും ഡിപ്ലോമ കോഴ്സും ഒക്കെ പരീക്ഷ എഴുതി പാസ്സാകുന്നുണ്ട്. ഇതുവരെ ഞങ്ങളെ മലയാളം ക്ലാസ്സിലുള്ള ഒരു കുട്ടി പോലും മലയാളം മെഷീൻ്റെ എക്സാം ഫെയിലായിട്ട് അറിയില്ല. ഭംഗിയായിട്ട് പോകുന്നു, കുട്ടികൾ പഠിക്കുന്നു. ഇപ്പോൾ ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം ഞാൻ പറഞ്ഞതുപോലെ തന്നെ സിംഗപ്പൂരിൽ സ്കൂളുകളിൽ മലയാള ഭാഷ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് അംഗീകരിക്കാനുള്ളതാണ് നമ്മളുടെ അന്തിമ ലക്ഷ്യം. ഏകദേശം ഇപ്പോഴും 130ഓളം കുട്ടികൾ എല്ലാ വർഷവും ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. ആരംഭത്തിൽ ഞങ്ങൾക്ക് ഒരു 8-10 കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഓരോ ആഴ്ച കൂടുമ്പോൾ മാസങ്ങൾ കൂടുമ്പോൾ കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു. അതങ്ങനെ തുടർച്ചയായിട്ട് ക്ലാസ്സുകൾ നടന്നു പോകുന്നു. ആഴ്ചയിൽ ചില കമ്മ്യൂണിറ്റി സെൻറ്ററുകളിലും പിന്നെ അതുപോലെ കോവിഡിന് മുന്നേ വരെ ഞങ്ങൾക്കൊരു സ്കൂളുണ്ടായിരുന്നു. ആ സ്കൂളിൽ വെച്ചിട്ടായിരുന്നു ക്ലാസ്. എല്ലാ ശനിയാഴ്ചയും സിംഗപ്പൂരിൻ്റെ എല്ലാ ഭാഗങ്ങളിലുള്ള കുട്ടികൾ അവിടെ 6-7 ബസ്സുകളിലായിട്ട് കുട്ടികളെ അവിടെ കൊണ്ടുവന്ന് അവിടെ ഉച്ചയ്ക്ക് ശേഷം ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കൂർ ക്ലാസ് ആരംഭിക്കുകയും വൈകുന്നേരം അതേ കുട്ടികളെ തന്നെ വൈകുന്നേരം അവരുടെ വീടുകളിൽ ബസ് അവരുടെ ബ്ലോക്കിന് താഴെ പോയിട്ട് കുട്ടികളെ കയറ്റുകയും വൈകുന്നേരം അതേ ബ്ലോക്കിൽ താഴെ കൊണ്ടുപോയി ഇറക്കുന്ന ഒരു സംവിധാനത്തിൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെ പേരൻസിന് വലിയ വിഷമം ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയിട്ട് കുട്ടികളെ എടുക്കുന്ന രീതിയിലായിരുന്നു നമ്മളുടെ ബസ് സർവീസ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ സിംഗപ്പൂരിൽ നിന്നുള്ള ലോക കേരള സഭ മെമ്പറും കൂടിയാണ്. കഴിഞ്ഞ മീറ്റിങ്ങിലൊക്കെ ഞാൻ പങ്കെടുത്തു. തിരുവനന്തപുരത്ത് നിയമസഭയിൽ വെച്ചിട്ടായിരുന്നു കഴിഞ്ഞ സമ്മേളനം. അപ്പോൾ അവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞത് 104 രാജ്യങ്ങളിൽ നിന്ന് മലയാളികൾ അവിടെ എത്തി. അത് ചെറിയൊരു കാഴ്ചയായിരുന്നില്ല. കാരണം 104 അംഗങ്ങളല്ല വന്നിരിക്കുന്നത്, അതായത് മലയാളികളല്ല വന്നിരിക്കുന്നത്. 104 രാജ്യങ്ങളിൽ നിന്നുള്ള മലയാളികളാണ് അവിടെ എത്തിപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നെറ്റ്വർക്ക്, ലോകം മുഴുവനുള്ള നെറ്റ്വർക്കിന് വളരെയേറെ ഗുണകരമാണത്. ഓരോ രാജ്യങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് ആ രാജ്യത്തിലുള്ള പ്രതിനിധിയെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം കൂടെ നമ്മൾക്ക് ഇന്നുണ്ട്. കാരണം അതിനുള്ള ഒരു വലിയൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ആ സമ്മേളനം കഴിഞ്ഞതോടുകൂടി തന്നെ രൂപീകരിക്കുകയും ഇപ്പോൾ ആ വലിയ ഗ്രൂപ്പിൽ എല്ലാ രാജ്യങ്ങളിലെ ആൾക്കാരും, ഈ 104 രാജ്യങ്ങളിലെ ആൾക്കാരും നമ്മൾ കോൺടാക്റ്റ് ഉണ്ട്. എന്ത് പ്രശ്നങ്ങൾ അതാത് രാജ്യങ്ങളിലെ വിദ്യാഭ്യാസപരമായിട്ടുള്ളതായാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലുള്ള പ്രശ്നങ്ങളായി കഴിഞ്ഞാലും ജോലി തട്ടിപ്പായി കഴിഞ്ഞാലും ഒക്കെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് അതുവഴി ഡിസ്കസ് ചെയ്യാനും പറ്റുന്നുണ്ട്. മാത്രമല്ല ഈ മലയാളികൾ ഇപ്പം ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ജോലി തട്ടിപ്പിനിരയാകുന്നുണ്ട്. അപ്പം ഇവർ കുട്ടികളെ പഠിക്കാൻ വേണ്ടിയിട്ടും അവിടെയൊക്കെ ഓരോരോ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ അവിടെ ചില ഏജൻസികൾ വേണ്ടുന്ന ധാരാളം കാശ് വാങ്ങുന്നു. പക്ഷേ അവർക്ക് യാതൊരു താമസിക്കാനുള്ള സൗകര്യങ്ങളോ അല്ലെങ്കിൽ പഠനത്തിനുള്ള സൗകര്യങ്ങളോ ഒന്നുമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെയാണ് ഇവർ കൊണ്ടുപോയിട്ട് കുട്ടികളെ ചേർക്കുന്നത്. അപ്പോൾ നാട്ടിൽ നിന്ന് വരിക്കും ഞാൻ അമേരിക്കയിലല്ലേ, റഷ്യയിലല്ലേ, ഇല്ലെങ്കിൽ കാനഡയിലല്ലേ, UK എന്നൊക്കെയാണ് ചിന്തിക്കുക. പക്ഷേ ഈ എത്തിപ്പെടുന്ന രാജ്യങ്ങളിൽ ഉള്ള സ്ഥിതി പലർക്കും അറിയില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ലോക കേരള സഭ വന്നത് കാരണം ഈ അംഗങ്ങളിൽ തന്നെ നമ്മൾക്ക് പലർക്കും ഈ യൂണിവേഴ്സിറ്റികളെക്കുറിച്ചും ക്ലാസ്സുകളെക്കുറിച്ചും ഒക്കെ ഉള്ള നല്ലൊരു വിവരം നമ്മൾക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കൊന്നും പറയാനില്ല. നാട്ടിലുള്ള വിദ്യാർത്ഥികളോ ആരായാലും പേരൻസും പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികളെ വിദേശത്തേക്ക് അയക്കുമ്പോൾ നോർക്ക റൂട്ട്സുമായിട്ട് ബന്ധപ്പെടുന്നത് വളരെയേറെ നല്ലതായിരിക്കും. കാരണം നോർക്ക റൂട്ട്സാണ് ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അതുവഴി ധാരാളം കുട്ടികളെ വിദേശത്തേക്ക് അവർ പഠിക്കാൻ വിടുന്നുണ്ട്, ജോലിക്കും വിടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള തട്ടിപ്പുകളിൽ പോയി പെടാൻ ഒരുവിധ ചാൻസും ഇല്ല. കാരണം നോർക്ക റൂട്ട്സ് ഗവൺമെൻറ്റിൻ്റെ ഫുള്ള് കൺട്രോളിൽ ഇരിക്കുകയാണ്.
അപ്പോൾ ആ രീതിയിൽ എന്തെങ്കിലും അപാകത വന്നാൽ അതിന് ഉത്തരവാദി നോർക്ക റൂട്ട്സാണ്. അപ്പോൾ നിങ്ങളുടെ കാശ് പോയി, അല്ലെങ്കിൽ കുട്ടികൾ അനാഥമായി പോയി, അല്ലെങ്കിൽ കുട്ടികൾ മിസ്സായിപ്പോയി, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരാൻ വഴിയില്ല. കാരണം അവർ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് പറ്റിയ സ്കൂളാണോ കോളേജാണോ കുട്ടികൾ പോകുന്നത്, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നത് പറ്റിയ സ്ഥലത്താണോ, അത് മാത്രമല്ല അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള എല്ലാ ഡാറ്റയും ഇവരെ കൈവശം ഉണ്ടാവും. അപ്പോൾ യാതൊരുവിധ തട്ടിപ്പിനും അവർ ഇരയാകില്ല. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, വിദേശങ്ങളിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കുമ്പോൾ നോർക്ക റൂട്ട്സുമായിട്ട് ബന്ധപ്പെടുക. നിങ്ങൾ നോർക്ക റൂട്ട്സ് വഴി കുട്ടികൾ പോകുന്നില്ലെങ്കിലും പരമാവധി നിങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതാത് രാജ്യങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് പഠിച്ച് മനസ്സിലാക്കുക. അവിടെ കുട്ടികൾക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ടോ, പഠന സൗകര്യമുണ്ടോ, ഇനിയല്ല അവരുടെ ചെലവ് എന്താണ്, ഏതൊക്കെ യൂണിവേഴ്സിറ്റിയാണ് നല്ല യൂണിവേഴ്സിറ്റികൾ, ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാം, അതൊക്കെ എല്ലാം ഈ നോർക്ക റൂട്ട്സ് വഴി നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. അപ്പം പേരൻസും വിദ്യാർത്ഥികളും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെറുതെ പോയിട്ട് തട്ടിപ്പിൽ പെടാതിരിക്കുക. അതിനുള്ള എല്ലാ മാർഗരേഖകളും നോർക്ക റൂട്ട്സ് ഇപ്പം ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുക. സിംഗപ്പൂരിൽ മലയാളം ക്ലാസ്സിൽ വരുന്ന കുട്ടികൾക്ക് അവർക്ക് വെറും പഠനം മാത്രമല്ല, അവർ എല്ലാ വർഷവും ആനിവേഴ്സറി ഞങ്ങൾ ചെയ്യാറുണ്ട്. വർഷാവസാനം ഒരു ആനിവേഴ്സറി നടത്തും. അതിലെല്ലാ കുട്ടികളും പങ്കെടുക്കും. മിക്കപ്പോഴും 70-80 കുട്ടികൾ വിവിധ തരം കലാപരിപാടികൾ പങ്കെടുക്കുകയും അതൊരു വലിയൊരു ആഘോഷമായിട്ട് ഞങ്ങളത് എല്ലാ വർഷവും ആഘോഷിക്കുന്നുണ്ട്. മിക്കപ്പോഴും ചിലപ്പോഴും ഇവിടുത്തെ സിംഗപ്പൂരിലെ മിനിസ്റ്റേഴ്സോ MP-മാരോ ഒക്കെ ആയിട്ടായിരിക്കും VIP-കളായിട്ട് വരുന്ന അതിഥികളായിട്ട് വരുന്നവർ. അതിൽ എല്ലാവിധ കലാപരിപാടികളും, കളറിങ്, പെയിൻറ്റിങ്, ഡാൻസ്, പാട്ട്, എല്ലാ രീതിയിലുള്ള പരിപാടികളും നമ്മുടെ നാട്ടിൽ യുവജനോത്സവത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ടോ ആ പരിപാടികളൊക്കെ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. മിക്കപ്പോഴും എത്ര ചുരുങ്ങിയാലും ഒരു 500, 600, 700 പേരെങ്കിലും ഈ പരിപാടികൾ കാണാൻ വരും. ഒരു ദിവസം ഫുൾ ഡേ പരിപാടിയാണത് ഈ യുവജനോത്സവം. ഇത് സിംഗപ്പൂരിലെ ഒരേ ഒരു ഹോട്ട് സ്പ്രിംഗ് പാർക്കാണ്. ഹോട്ട് സ്പ്രിംഗ് പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു 20 കിലോമീറ്റർ അകലത്ത് നിന്ന് ബുക്കിറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഭൂമിക്കടിയിൽ കൂടി ആണ് ഈ വെള്ളം ഇവിടെ വരുന്നത്. ഇവിടെ വന്ന് അവിടെ നിന്ന് ഭൂമിക്കടിയിൽ കൂടെ വന്ന് ഇവിടെ ആണ് അതിൻ്റെ വെള്ളം നിങ്ങൾക്ക് പുറത്ത് കാണാം. ഇവിടെ 70 ഡിഗ്രിയാണ് വെള്ളം. ഇവിടെ നിങ്ങളൊരു സ്റ്റെപ്പ് വെച്ചതാണ്. ഈ സ്റ്റെപ്പ് ഡൗൺ ചെയ്തിരിക്കുക ഓരോന്നോരോന്നായിട്ട്. അതായത് 70 ഡിഗ്രി, 60 ഡിഗ്രിയും 50 ഡിഗ്രിയും 45 ഡിഗ്രിയും ഒക്കെ ആയിട്ട് മാറ്റുകയാണ് ഇവിടെ വെച്ചിട്ട്. ഇത് 70 ഡിഗ്രിയാണ് ഇവിടെ വരുന്ന ഈ വെള്ളം, 70 ഡിഗ്രി. അതിനുശേഷം അവിടെ 60 ഡിഗ്രി, അതിനുശേഷം ഈ വരുന്നത് 50 ഡിഗ്രി, അതിനുശേഷം വരുന്നത് 45 ഡിഗ്രി, പിന്നെ വരുന്നത് 40 ഡിഗ്രി. അപ്പം 40 ഡിഗ്രി വെള്ളത്തിലാണ് ഇപ്പോൾ ആൾക്കാർ കാല് വെച്ചിരിക്കുന്നത്. ഇതൊരു ജാതി മിനറൽ ആയതുകൊണ്ട് തന്നെ കാലിൻ്റെ പല അസുഖങ്ങളും മാറും എന്നുള്ളത് കൊണ്ട് ആൾക്കാർ കുറേ സമയം ഈ ചൂടുവെള്ളത്തിൽ കാല് വെച്ചിരിക്കുകയാണ് പതിവ്. അത് നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാം, വീഡിയോയിൽ കാണാം. പിന്നെ ഇതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് എൻ്റെ പിറകിൽ ഇത് ഇവിടെ ഒരു സ്ഥലമുണ്ട്. ഇത് നാച്ചുറലാണ്. ഞാൻ പറഞ്ഞില്ലേ 20 കിലോമീറ്റർ അകലെ നിന്ന് വരുന്നതാണ്. ഇവിടെയാണ് ഇത് വരുന്നത്. ഇവിടെ നിന്ന് ഇത് പമ്പ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ കാണിച്ച ഈ കോൺക്രീറ്റിൻ്റെ ഈ വശത്തേക്ക് ഈ വെള്ളം വരുന്നത്. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം കല്ലിട്ട് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ മുകൾ ഭാഗം ഇത് 70 ഡിഗ്രിയാണ്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാം, 70 ഡിഗ്രി എന്ന് എഴുതിയിട്ട് 70 ഡിഗ്രി. ഇത് വെള്ളം വളരെ ചൂടുള്ളതാണ്, തൊടാൻ പോലും പറ്റില്ല, അത്രയും ചൂടാണ്. പിന്നെ അതിനുശേഷം ഇത് സ്റ്റെപ്പ് ഡൗൺ ചെയ്യാണ് 60 ഡിഗ്രി ആയിട്ട്, 60, 50, 45, 40 എന്നീ ദിശകളിലേക്ക്. പിന്നെ ഇവിടെ വേറൊരു പ്രത്യേകതയുള്ളത്, ഇവിടെ നിങ്ങൾക്ക് മുട്ട പുഴുങ്ങാനുള്ള ഒരു അവസരമുണ്ട്. അത് ഇവിടെയാണ്. അത് ഏറ്റവും ചൂടുള്ള വെള്ളമാണ്. അത് 70 ഡിഗ്രി. അവിടെ വേറെ ഒന്നും പാകം ചെയ്യാൻ പാടില്ല, മുട്ട മാത്രം പാകം ചെയ്യാം. മറ്റ് ആഹാരങ്ങൾക്ക് എടുക്കാൻ പാടില്ല, ആഹാരത്തിന് പാകം ചെയ്യാൻ എടുക്കാൻ പാടില്ല. പ്രത്യേകം ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാം. ചൂട് പുക ഇതാ അവിടെ നിന്ന് കാണുന്നത്, നീര് ആവി വരുന്നത് കാണാം. ഇതാ 70 ഡിഗ്രി, വാട്ടർ ഈസ് വെരി ഹോട്ട്, തൊടാൻ പോലും പറ്റില്ല, അത്രയും വലിയ ഇതാണ്. മുട്ട ബോയിൽ ചെയ്ത് നല്ലവണ്ണം കുക്ക് ചെയ്ത് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഇത്. ഒരു 5 മിനിറ്റ് വെച്ചാൽ മുട്ട ബോയിലായിട്ടല്ല ശരിക്കും കുക്ക് ചെയ്ത് കിട്ടും. അതിനുള്ള ഇത് ഇവിടെ പ്രത്യേകം വേറെയും ചില സ്ഥലങ്ങളുണ്ട്. ഇതാ കുക്കിംഗ് സ്റ്റേഷൻ, എഗ് കുക്കിംഗ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട്. ഇത് നാച്ചുറലാണ്, നമ്മളാരും പിന്നെ ഹീറ്റർ വെച്ചിട്ടൊന്നും ചൂടാക്കുന്നതല്ല, നാച്ചുറൽ വാട്ടറാണ്. ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഭൂമിക്കടിയിൽ നിന്ന് 20 കിലോമീറ്റർ ദൂരെ നിന്ന് വന്ന് ഇവിടെയാണ് അത് പൊങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ സ്ഥലമാണ് പ്രത്യേകം ഇത് ബ്രിക്ക് വെച്ച് കെട്ടി വെച്ചിട്ട് അവിടെ ഒരു കിണർ പോലെ അവിടെ അതിനകത്തുണ്ട്. അവിടെ നിന്ന് വെള്ളം അങ്ങോട്ട് പമ്പ് ചെയ്യുന്നു. ഗോപിയേട്ടൻ എനിക്ക് പരിചയം സംഭവം ഷിപ്പ്യാർഡിലാണ്.
ഗോപിയേട്ടൻ അവിടുത്തെ ഞാൻ വരുന്ന എൻ്റെ ആദ്യകാല ബന്ധമുള്ളൊരു ആൾ ഗോപിയേട്ടനാണ്. ഞാൻ അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം. കാരണം അന്ന് ഞങ്ങൾ ഈ മലയാളികൾ ആരൊക്കെയാണെന്ന് തേടി പിടിക്കും. അപ്പോൾ അങ്ങനെ കണ്ടെത്തിയ ഒരാളും കൂടിയാണ്. പിന്നെ അതിനുശേഷം ആ ബന്ധം ഇതുവരെ വിട്ടിട്ടില്ല, ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. ഗോപിയേട്ടൻ റിട്ടയർഡായി, എന്നിരുന്നാലും ഇതേമാതിരി വഴിക്കൊക്കെ പലപ്പോഴും കാണാറുണ്ട്. പിന്നെ ചില ഫംഗ്ഷനൊക്കെ ഗോപിയേട്ടൻ വരാറുണ്ട്, ഞങ്ങൾ വിളിക്കാറുമുണ്ട്. ആ കാലങ്ങളിലുള്ള മലയാളികൾ ഇപ്പോൾ പലരും എങ്ങനെയാ നാട്ടിലോട്ട് തിരിച്ചു പോയോ അല്ലെ യു കെയിലോട്ട് പോയോ? ആ സമയത്ത് മലയാളീസ് കുറെ ജാസ്തി ആൾക്കാരുണ്ടായിരുന്നു ആ സമയത്ത്. ഈ 1963 ഓൺവേർഡ്സ് 68 വരെ ഒരു കുറച്ച് ആൾക്കാർ അങ്ങോട്ട് നാട്ടിലേക്ക് പോയി. കാരണം ബ്രിട്ടീഷ് പുൾ ഔട്ട് ചെയ്തു. കുറെ പേര് ബ്രിട്ടീഷുകാർ കൂടെയും പോയി അല്ലേ? 1962-63 വരെ ബ്രിട്ടീഷ് ഉണ്ടായിരുന്നു. 1967 കംപ്ലീറ്റ് ആയിട്ട് അവർ പോയത്. 1968 അവർ പോയി. അപ്പോൾ ഹാൻഡ് ഓവർ സിംഗപ്പൂർ ഗവൺമെന്റിലേക്ക് അവർ ഹാൻഡ് ഓവർ ചെയ്തു. അതായത് 65 സ്വാതന്ത്ര്യം കിട്ടി. അതെ. അപ്പൊ അതിനുശേഷം 1-2 വർഷത്തിന് ശേഷം എല്ലാവരും UK, ഇന്ത്യ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് തിരിച്ചുപോയി കുറെ പേര്. അപ്പൊ അങ്ങനെ മലയാളികളുടെ മെജോറിറ്റി അന്ന് അതോടുകൂടി കുറഞ്ഞു. മെജോറിറ്റി ആയിരുന്നു, പക്ഷെ ഇപ്പോഴില്ല. പിന്നെ ആൾക്കാർ UK-ലും ബ്രിട്ടീഷ് സിറ്റിസൺ എടുത്തിട്ട് ലണ്ടനിലേക്ക് പോയി. ബാക്കിയുള്ള പ്രായമുള്ള ആൾക്കാർ നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. അപ്പം അന്ന് ഇവിടെ ബാക്കിയുള്ള കുറച്ച് പേരില് ഒരാൾ ഗോപിയേട്ടന്റെ കുടുംബവും. എന്നാൽ ഏറ്റവും കൂടുതൽ മലയാളികൾ താമസിച്ചത് ഈ സംഭവം ഭാഗത്തായിരുന്നു. ബാലസുബ്രഹ്മണ്യൻ ടെമ്പിൾ, ടെമ്പിളൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലേ? കംപ്ലീറ്റ് ഏരിയ എവിടെയായിരുന്നു. അത് കഴിഞ്ഞാൽ സിംഗപ്പൂരിൽ ഏത് ഭാഗത്താണ് മലയാളികൾ കൂടുതൽ? ബുക്കിത്തിമ്മ ഭാഗത്താണോ? അല്ലെങ്കിൽ ഉണ്ടായിരുന്നു. പിന്നെ ഈ കമ്പങ് ബാറു, കഞ്ഞമ്പകാരി, PSA പോർട്ടുമായിട്ട് അവിടെയൊക്കെ ആൾക്കാർ കുറെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ സിംഗപ്പൂർ കൈരളി കലാനിലയത്തിൽ ഇപ്പോഴുള്ള ഒരു പ്രത്യേകത, ഇവിടെയുള്ള കലാകാരന്മാർക്ക് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം കിട്ടുന്ന ഒരു സംഘടന കൂടിയാണ് സിംഗപ്പൂർ കൈരളി കലാനിലയം. അത് പാട്ട് ആയിക്കഴിഞ്ഞാലും ഡാൻസ് ആയിക്കഴിഞ്ഞാലും ഫിലിം മേഖല ആയിക്കഴിഞ്ഞാലും ആളുകൾക്ക് വന്ന് ജോയിൻ ചെയ്യാനും. കാരണം ഇതിനൊക്കെ പ്രത്യേക വിഭാഗം ഞങ്ങളുടെ സംഘടനയിലുണ്ട്. ഓരോരോ ആൾ ഫിലിം ഫീൽഡിലുള്ളവർ അത് അവർ കൺട്രോൾ ചെയ്യുന്നു, ഡാൻസിന് വേറൊരു ട്രൂപ്പ്. അപ്പോൾ നിങ്ങൾ വന്ന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായ ഗുണങ്ങൾ കിട്ടുകയും ചെയ്യും. മാത്രമല്ല നിങ്ങൾക്ക് എല്ലാ പരിപാടിയും ഇവിടെ സിംഗപ്പൂരിൽ നടക്കുന്ന പരിപാടികളിലൊക്കെ പങ്കെടുക്കാനും കഴിയും. പിന്നെ വരുന്നത് മെമ്പേഴ്സ്, പുതുതായിട്ട് വരുന്ന മെമ്പേഴ്സ്, അവർക്ക് കാരണം ഈ പ്രവാസികളായിട്ട് വരുന്നവർക്ക് നമ്മൾക്ക് അറിയില്ല സിംഗപ്പൂരിൽ എത്ര മലയാളികളുണ്ട്, എങ്ങനെയാണ് ഇവരുടെ ജീവിതം, ഇവരൊക്കെ എങ്ങനെ കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള സംഘടനകളിൽ വന്ന് ചേരുമ്പോഴത്തന്നെ നിങ്ങൾക്ക് ധാരാളം മലയാളികളുമായിട്ട് പരിചയപ്പെടുകയും അവരുമായിട്ടുള്ള സുഹൃത്ത് ബന്ധം സ്ഥാപിക്കാനും കഴിയും. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഇത്തരം പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനും ഒക്കെ കഴിയുന്നതും സിംഗപ്പൂർ കൈരളി കലാനിലയമായിട്ട് ബന്ധപ്പെടുക, അതിൽ അംഗങ്ങളാകാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ നമ്മൾ പഠിക്കുന്ന കാലത്ത് യുവജനോത്സവം അതിനൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ അവരുടെ വീണ്ടും അവർക്ക് ചില വേദികൾ ഇവിടെ സിംഗപ്പൂരിൽ ഞങ്ങൾ വഴി അവർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം അവർ കോളേജുകളിലും സ്കൂളുകളിൽ നിന്നൊക്കെ നിന്നുപോയ അവരുടെ കലാപരിപാടികൾ സിംഗപ്പൂരിൽ വന്ന് നിലച്ചു പോകാതിരിക്കാൻ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ വളരെയേറെ ഉപകാരപ്പെടും. അപ്പം എല്ലാവരും ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക.